രാവിലെ കഴിക്കാനായിട്ട് നമുക്കിവിടെ ദോശയാണ്, അരിപ്പൊടി ദോശയില്ലേ അതാണ്. വിചാരിക്കുന്നുണ്ടാവും എൻ്റെ വീഡിയോസിൽ കംപ്ലീറ്റ് ദോശയാണല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്ന് മാറ്റി പിടിച്ചിടുന്നു. മാറ്റി പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം. 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 360 ദിവസവും ഇവിടെ ദോശ തന്നെയാണ്. പക്ഷേ എൻ്റെ കറികൾ ഇങ്ങനെ മാറി മറിയുന്നല്ലാണ്ട് ദോശയ്ക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ നൂൽപുട്ട്, ഇഡ്ഡലി, ഉഴുന്ന് ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതും വല്ലപ്പോഴും മാത്രമാണ്. പിന്നെ രാത്രി കിടക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ ചപ്പാത്തിക്കൊക്കെ കുറച്ച് പണിയല്ലേ, അപ്പോൾ പിന്നെ ദോശ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കും. രാവിലെ എണീറ്റ് എന്നോട് ചോദിക്കുക എന്താ അമ്മ ചായക്കടിയെന്ന്. വേറെ എന്തെങ്കിലും കടി പറയുകയാണെങ്കിൽ നോക്കുമ്പോൾ അപ്പോൾ വാടിങ്ങാണ്ട് ഉണ്ടാവും. ദോശയാണെന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാൾ മാസം കണ്ട സന്തോഷത്തിലാണ്. അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വണ്ടി പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ദാ ഇങ്ങനൊരു ഇരുത്തം പതിവുള്ളതാണ്. രാവിലെ പോകാൻ വണ്ടി ഇങ്ങോട്ട് സ്റ്റാർട്ടാക്കുന്ന ഒച്ച എവിടെ നിന്ന് കേട്ടാലും ഏത് ദിക്കിലാണെങ്കിൽ രണ്ടുപേരും ഓടി ചെന്ന് ഈ വണ്ടി കയറൂട്ടാ. വണ്ടി കയറിയിട്ട് കുറച്ചപ്പുറം പോയി ഇറങ്ങിയിട്ട് അച്ഛനെ യാത്രയാക്കി അച്ഛൻ്റെ വണ്ടിയിൽ പിന്നാലെ കുറച്ച് ദൂരം ഓടും. ഇത് എന്നുള്ള പരിപാടിയാണ്. അങ്ങനത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്കലാടി പോകാൻ വേണ്ടിയിട്ട് സുന്ദരി കുട്ടിയാവാണ്. ഒറ്റയ്ക്ക് എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ അങ്കലാടി പോയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.